നമസ്കാരം. ഹിൽ ടോപ്പ് കിച്ചൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചക്ക കൊണ്ടുള്ളൊരു ഹൽവയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും ചക്ക വിട്ട് ഇവന് വേറൊരു പരിപാടി ഇല്ലെന്ന്. അപ്പോൾ ചക്ക സീരീസ് ഇന്നത്തോടെ കഴിയുകയാണ്, ലാസ്റ്റത്തെ വീഡിയോ ആണ്. അപ്പോൾ ചക്ക ഹൽവ എന്ന് കേൾക്കുമ്പം കൂടുതൽ പേരും ചിന്തിക്കുന്നുണ്ടാവും ഇത് നമുക്കൊന്നും പറ്റിയ പരിപാടിയല്ല, നമുക്ക് ഇപ്പോൾ തന്നെ പോയേക്കാന്ന്. എന്നാൽ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് ഫുള്ള് കണ്ടു നോക്കുക. അപ്പോൾ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ നിസ്സാരമായുള്ള ഐറ്റംസും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ ഫുള്ള് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിലും മനോഹരമായിട്ടുള്ള ഓരോരോ വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ചക്ക ഹൽവ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു 1.5 കിലോ ചക്ക ഉണ്ടാവും കേട്ടോ. ഏകദേശമാണ്, കറക്റ്റ് തൂക്കമൊന്നുമല്ല ഞാൻ പറയുന്നത്. എന്നാലും ആ ഒരു ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ ആ ഒരു റെസിപ്പിയൊക്കെ ഉണ്ടാക്കിയാൽ മതി. ഞാൻ റെസിപ്പിയുടെ ഇത് ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിപ്പോൾ ഒരു 1.5 കിലോ ചക്ക ഉണ്ടാവും. നല്ല പഴുത്ത ചക്ക മിക്സിയിലിട്ട് അരച്ച് പേസ്റ്റാക്കി എടുത്തതാണ്. അപ്പോൾ നമുക്ക് ഉരുളി വെച്ച് പരിപാടി തുടങ്ങാം. അപ്പോൾ നമുക്ക് തീയൊക്കെ കത്തിച്ചെടുത്തിട്ടുണ്ട്, ഉരുളി വെച്ച് പരിപാടി തുടങ്ങാം. അപ്പോൾ നമുക്ക് ചക്ക ആദ്യം ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ശർക്കരയാണ്, ഇത് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് മെൽറ്റ് ചെയ്തെടുത്താണ്, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കഷായം പോലെ ഇരിപ്പുണ്ട് സാധനം, നല്ല കളറുള്ള ശർക്കരയാണ്. അത് എന്നിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇപ്പോൾ ഹൽവ ഉണ്ടാക്കുമ്പം ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം തൊട്ട് അവസാനം വരെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ആ ഒറ്റ പണി മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ്, സാധനം ഉണ്ടാക്കിയെടുക്കലൊക്കെ എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. പക്ഷേ ഈ ഇളക്കലാണ് എല്ലാവർക്കും ഏറ്റവും മടിയായിട്ടുള്ള കാര്യം. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമുക്കിനി അടുത്തതായിട്ട് ഇതിലേക്ക് തേങ്ങയുടെ 2-ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ചക്ക ഹൽവ ഉണ്ടാക്കുമ്പോൾ ഇളക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പണി. അതേ ഉള്ളൂ പണി. വേറെയൊക്കെ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഇളക്കി കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് നമ്മൾ ഇളക്കണം, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും, കരിയും, അങ്ങനത്തെ ആ ഒരു സ്റ്റേജിലേക്ക് വരും. പിന്നെ ഒരു കാര്യം ചിന്തിച്ചാൽ മതി, ഈ സാധനമൊക്കെ നമ്മളെപ്പോലെയുള്ള മനുഷ്യർ തന്നെയല്ലേ ഇത് ഉണ്ടാക്കണേ. അപ്പോൾ ഒന്നും നോക്കണ്ട, ഉണ്ടാക്കാൻ ആ ഒരു മൈൻഡ് മതി. അങ്ങോട്ട് കയറി പൊളിച്ചോ, ഒന്നും നോക്കണ്ട, പൊളി സാധനമായിരിക്കും. എല്ലാവരും ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് വരിക. അതായത് നമ്മളെപ്പോലെയുള്ള ആളുകളാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് പറ്റില്ല, നമ്മളും അങ്ങോട്ട് ആ മൈൻഡിലേക്ക് അങ്ങോട്ട് വരിക, സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കോ, പൊളിയാണ്. ഹൽവ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. അതാണെങ്കിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ചക്ക പഴവും ഇതൊക്കെ ഇങ്ങനെ വെന്ത് വരുമ്പോൾ ഉള്ള ആ ഒരു മണം ഉണ്ടല്ലോ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ പൊളിയാണ്, ഒന്നും പറയാനില്ല. അതുപോലെ കണ്ട, ഇപ്പോൾ തിളയ്ക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞു, ഇത് കണ്ടില്ലേ, ഇതുണ്ടോ സാധനം തിളയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ കയ്യിലോട്ട് തെറിക്കും. അപ്പോൾ തെളിക്കാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അതുപോലെ കുറച്ചും കൂടെ പിടിക്ക് നീട്ടമുള്ള ഏതെങ്കിലും ചട്ടക്കോ കാര്യങ്ങളോ എടുക്കാൻ ശ്രമിക്കുക. അതൊക്കെയാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് തിക്കായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തിക്കായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഒരുപാട് വേണ്ട, കുറച്ച് മതി. നെയ്യ് ഒഴിക്കുമ്പോൾ കുറേശ്ശെ ഒഴിച്ച് വേണം. ഇത് ഇളക്കി വീണ്ടും തിക്കായി കഴിയുമ്പോൾ അടുക്കി പിടിക്കാതിരിക്കാൻ ആ ഒരു സെറ്റപ്പിൽ കുറച്ചും കൂടെ വീണ്ടും ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിതിൻ്റെ ഇളക്കുന്ന ആ ഒരു തവിയൊക്കെ മാറ്റിയിട്ടോ. കാരണം നേരത്തെ ഇളക്കിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ചുമ്മാ ഒച്ചപ്പാടും ബഹളവും. അതുകൊണ്ട് ഇപ്പോൾ വുഡൻ സ്പൂണാക്കി. പിന്നെ അതേപോലെ വുഡൻ സ്പൂൺ ആക്കുമെന്ന് പറഞ്ഞാൽ നീട്ടം കുറവാന്ന് പറഞ്ഞാണ് ഞാൻ നേരത്തെ എടുക്കാഞ്ഞ് കേട്ടോ. അപ്പോൾ ഇത് ഒന്നും കൂടി തിക്കായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം, മതി. ഇനി നമുക്കിത് ഇളക്കി തിക്കാവട്ടെ. ഇളക്കൽ ഒരിക്കലും നിർത്തല്ല കേട്ടോ. ഇതിപ്പോൾ ഹൽവ ആവുന്ന വരെ ഇളക്കിക്കൊണ്ട് നിൽക്കണം. ഇങ്ങനെ ഫുൾ ടൈം ഇളക്കണത്. അപ്പോൾ ഗൈസ്, ഒരു മണ്ടത്തരം പറ്റി. മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മണ്ടത്തരമൊന്നുമല്ല, വലിയ മണ്ടത്തരമാണ്. തേങ്ങാപ്പാൽ 1-ാം പാൽ എടുത്ത് വെച്ചത് ഒഴിക്കാൻ മറന്നുപോയി. ഇനി ഇതിപ്പോൾ നമുക്ക് തിരിച്ചു കൊണ്ടുപോകാം. കാരണം ഇതിലിനി ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് നല്ലവണ്ണം സെറ്റായിട്ടുണ്ട്. ഇതിലിനി ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിനി ലൂസായി പോകും. ഇതായി വരുമ്പോഴത്തേനും നല്ല ടൈമാവും. ഫുള്ള് നമ്മുടെ ഇവിടുത്തെ ലൈറ്റ് ഫുള്ള് പോകും. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. എല്ലാവരും തേങ്ങാപ്പാൽ ഒഴിക്കാൻ ഓർക്കണേ എന്തായാലും. അപ്പോൾ നമ്മുടെ ഹൽവയൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അത്യാവശ്യം നല്ല രീതിയിൽ തിക്കായി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്തിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തേങ്ങാക്കൊത്ത് വെറുതെ നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ നെയ്ക്കകത്ത് ഫ്രൈ ചെയ്തിട്ടാണ്. ഇതിലേക്ക് നമുക്കിനി കാഷ്നട്ട് ആഡ് ചെയ്ത് കൊടുക്കാം.
കാഷ്നട്ട് ഇതേപോലെ കഴിഞ്ഞ ദിവസം ഞാൻ പായസം ഉണ്ടാക്കി പറഞ്ഞായിരുന്നു, നമ്മുടെ ഇവിടെ തന്നെ കശുവണ്ടി ചുട്ടിടിച്ചെടുത്താണെന്ന്. അപ്പോൾ അതേപോലെ തന്നെ ഉണ്ടാക്കിയാണിത്. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇളക്കൽ എന്തായാലും നിർത്തില്ല കേട്ടോ. ഈ ഇളക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ തേങ്ങാപ്പാലിൻ്റെ കാര്യം മറന്നുപോയത്. അതാണ് ഏറ്റവും വലിയൊരു മണ്ടത്തരം. ഇത്രയും വലിയൊരു മണ്ടത്തരം പറ്റാനില്ല. എന്തായാലും അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു ടേസ്റ്റിൻ്റെ ഒരു ഡിഫറൻസ് മാത്രമേ വരുള്ളൂ. എന്നാലും നമ്മളുണ്ടാക്കിയ സാധനം അടിപൊളിയല്ലേ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കണ്ട നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതായത് ഇതുപോലെ ആവും കേട്ടോ. ഈ പാത്രത്തിൽ നിന്നൊക്കെ ഇങ്ങനെ ഇതിപ്പോൾ ഇങ്ങനെ ചുമ്മാ ഓടി കളിക്കുന്നുണ്ടോ, അതുപോലെ ഉണ്ടോ, നന്നായിട്ട് തിക്കാവും. അപ്പോൾ ഇളക്കലൊരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പക്ഷേ നല്ല അടിപൊളി സാധനമായിരിക്കും ഇത്. അപ്പോൾ നമുക്ക് ഇതിന് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റണം. എന്നിട്ട് ഇതൊന്ന് സെറ്റായിട്ട് വേണം നമുക്കിത് കട്ട് ചെയ്തൊക്കെ എടുക്കാൻ കേട്ടോ. അപ്പോൾ നമുക്കെന്നാൽ ഇത് അടുപ്പേ നിറക്കാമെന്നാ. നമുക്കിത് സെറ്റാകാൻ വേണ്ടി ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലേക്ക് ആട്ടോ മാറ്റുന്നത്. നമ്മൾ ചോറിനുന്ന പ്ലേറ്റാണ്. വേറെ ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഡിഷൊന്നുമില്ല. അപ്പോൾ നമുക്കിതിലേക്ക് ഇത് മാറ്റാം. ഇതിൽ കുറച്ച് ഗീ ഞാൻ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് നമ്മുടെ പ്ലേറ്റിലോട്ട് മാറ്റാം. ഹൽവ എല്ലാം നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പ്ലേറ്റിലാക്കിയിട്ട് അത് നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തും ഒരേ ആ ഒരു തിക്നെസ്സിലേക്ക് ആക്കി എടുക്കണം. അത് കണ്ടോ. അതെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇതുപോലെ ഈ സ്പാച്ചുലയും കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഫുള്ളാവുന്നുണ്ടോ. ഇപ്പോൾ ഇതിൽ ഒട്ടിപ്പിടിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല, കറക്റ്റായിട്ട് ലെവലായി വരുന്നുണ്ടോ. അതുപോലെ ആ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്ക ഹൽവ ഫുള്ള് സെറ്റായിട്ടുണ്ട്. അതായത് ഈ സാധനം ഇപ്പോൾ ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് ചക്ക ഹൽവ ഉണ്ടാക്കിയതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ. അതായത് ഞാനിത് ഇന്നലെയാണ് ഇത് ഉണ്ടാക്കി ഈ പ്ലേറ്റിൽ സെറ്റ് ചെയ്തത്. അപ്പോൾ നമ്മളൊരു നൈറ്റ് കൊടുക്കണം ഇതൊന്ന് പ്ലേറ്റിലൊക്കെ കറക്റ്റ് ഷേപ്പാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ. ഷേപ്പാക്കി കട്ട് ചെയ്തെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് വീട്ടിൽ കഴിക്കാനാണ് ചൂടാറി കഴിഞ്ഞിട്ട് നൈസായിട്ട് എടുത്ത് കഴിക്കാവുന്നുള്ളൂ. എന്തായാലും നമുക്ക് ഇത് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ പ്ലേറ്റിൽ നിന്ന് നമുക്ക് ഈ ഹൽവയൊന്ന് എടുക്കണം. നമ്മൾ അടിയിൽ ഇതേപോലെ ഗീ ഒക്കെ അപ്ലൈ ചെയ്തിട്ടാണ് ഇത് വെച്ചത്. നമുക്കിത് നൈസായിട്ട് ഈ പ്ലേറ്റിൽ നിന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ ഇതാണ് ഹൽവ. ഇതിന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഈ റൗണ്ട് പ്ലേറ്റിൽ വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് റൗണ്ടായിട്ട് തന്നെ കട്ട് ചെയ്യാം. നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ റൗണ്ടിലായതുകൊണ്ട് തന്നെ ചക്ക ഹൽവയൊക്കെ നമ്മൾ എല്ലാം ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം എത്രത്തോളം അടിപൊളിയായിട്ട് ഈ ഹൽവ റെഡി ആയിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്കിത് നമ്മുടെ ഈ ബോർഡിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചക്ക ഹൽവ ഇത് കണ്ടോ, നല്ല കറക്റ്റ് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഹൽവ പോലെ തന്നെ ഇല്ലേ. അപ്പോൾ ഇത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ ചക്ക ഹൽവയൊക്കെ തയ്യാറാക്കാൻ എല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീട്ടിൽ ചക്കപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. ഇനി നിസ്സാര ഐറ്റംസ് വെച്ച് ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ സാധനം നല്ല സൂപ്പർ സാധനമാണ്. ഓവർ എക്സ്പ്രഷൻ ഇട്ട് ഞാൻ കുളമാക്കുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കിയിട്ട് ആർക്കെങ്കിലും ആ ഒരു ഇത് കമൻറ്റൊക്കെ ആയിട്ട് താഴെ ഇടാൻ പറ്റുകയാണെങ്കിൽ കമൻറ്റൊക്കെ ഇട്ടോട്ടോ. അപ്പോൾ ബാക്കിയുള്ളവർക്കും കൂടെ അതൊരു വിശ്വാസ്യതയായിരിക്കും. അതേപോലെ തന്നെ ഈ ചക്ക സീരീസ് ഞാൻ ഇന്നത്തോടെ ഇവിടെ നിർത്തുകയാണ്. അത് വേറൊന്നുമല്ല, ഞാൻ വീഡിയോ ചെയ്യുന്നത് എപ്പോഴും കാണുന്ന നമ്മൾ ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ചാണ്. അപ്പം ആർക്കെങ്കിലുമൊക്കെ ഈ സ്ഥിരമായിട്ട് ചക്ക തന്നെ കണ്ട് മടുത്തു എന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തർ കമൻറ്റ് വരാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞാനിത് നിർത്തുന്നത്. ഒരുപാട് ചക്ക വിഭവങ്ങൾ ഇനിയുണ്ട്, നമുക്ക് പിന്നീട് ഒരിക്കലും അതെല്ലാം ചെയ്യാം. അപ്പം ഇന്നത്തോടെ ചക്ക സീരീസ് നിർത്തുകയാണ്. അപ്പോൾ ഇനി അതിമനോഹരമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.